ഹലോ നമസ്കാരം. ആത്മാ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചുള്ള രണ്ടാമത്തെ ഭാഗം ക്ലാസ്സാണ് ഇത്. ആദ്യത്തെ ക്ലാസ്സിൽ 1947 മുതൽ 1980 വരെയുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു. 1980-നും 2023-നും ഇടയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1981-ൽ ഇൻഫോസിസ് സ്ഥാപിച്ചു. 81 ജൂലൈ 2-ന് പൂനെയിൽ ബഹുരാഷ്ട്ര കമ്പനിയായി ഇൻഫോസിസ് സ്ഥാപിതമായി. 1983-ലാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്. ഇന്ത്യക്ക് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായി. ആദ്യ ലോകകപ്പ് കിട്ടി ക്രിക്കറ്റിൽ. അതിനുശേഷം ഏകദിനത്തിലും 2020-ലൊക്കെ ലോകകപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ലോകകപ്പ് കപിലിൻ്റെ ചെകുത്താന്മാർ എന്നറിയപ്പെടുന്ന സംഘമാണ് നേടിയത്. കപിൽ ദേവ് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. കപിൽ ദേവിൻ്റെ നേതൃത്വത്തിലിരുന്ന ഇന്ത്യൻ ടീം ഫൈനലിൽ നിലവിലുള്ള ജേതാക്കളായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെയാണ് തോൽപ്പിച്ചത്. ക്രിക്കറ്റ് ലോകകപ്പിൽ ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ മുന്നേറ്റം. 1984-ൽ ആദ്യ ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് ഇറങ്ങി. ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശ ദൗത്യത്തിലെ രാകേഷ് ശർമ്മ ആണ് ബഹിരാകാശത്ത് എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. 1984-ൽ കൊൽക്കത്ത മെട്രോ റെയിൽ സ്ഥാപിതമായി. 1984 ഒക്ടോബർ 24-നാണ് കൊൽക്കത്ത മെട്രോ റെയിൽ പ്രവർത്തനം ആരംഭിച്ചത്. 17ാമത് റെയിൽവേ സോണായി പ്രഖ്യാപിച്ച കൊൽക്കത്ത മെട്രോ ഇന്ത്യൻ റെയിൽവേ നേരിട്ട് നിയന്ത്രിക്കുന്ന ഏക മെട്രോ ആണ്. 1984-ൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31-ന് വധിക്കപ്പെട്ടു. സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നീക്കമായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ പ്രതികാരമായി അംഗരക്ഷകനായ സിഖ് വംശജനാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. 1984-ൽ സിഖ് വിരുദ്ധ കലാപം നടന്നു. ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തെ തുടർന്ന് രാജ്യത്ത് സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെടുകയും 3000-ഓളം ആളുകൾ ഈ കലാപത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. 1984-ഉണ്ടായ മറ്റൊരു സംഭവമാണ് ഭോപ്പാൽ ദുരന്തം. യൂണിയൻ കാർബൈഡിൻ്റെ ഭോപ്പാലിലെ കീടനാശിനി നിർമ്മാണശാലയിൽ നടന്ന വ്യാവസായിക ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം എന്നറിയപ്പെടുന്നത്. 1984 ഡിസംബർ 2-ന് 42 ടൺ മീഥൈൽ ഐസോസയനേറ്റ് ശേഖരിച്ച ടാങ്കിൽ വെള്ളം കയറുകയും പിന്നീട് നടന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഫോസ്ജീൻ, ഹൈഡ്രജൻ സയനൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നീ വിഷവാതക മിശ്രിതങ്ങളും മീഥൈൽ ഐസോസയനേറ്റും അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം വാതക ചോർച്ചയുണ്ടായ സമയത്ത് തന്നെ 2259 പേരും 2 ആഴ്ചക്കകം 8000 പേരും മരിച്ചതായിട്ടാണ് കണക്കുകൾ. അപ്പോൾ 1984-ലെ ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ ഇടയാക്കിയ പ്രധാനപ്പെട്ട വാതകം എന്ന് ചോദിച്ച് പരീക്ഷകൾക്ക് വരാറുള്ളത് മീഥൈൽ ഐസോസയനേറ്റ്. 1988-ൽ സെബി സ്ഥാപിക്കപ്പെട്ടു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ചരക്ക് വിപണികൾ, രാജ്യത്തെ ഓഹരി ചരക്ക് വിപണികളെ നിയന്ത്രിക്കുന്നതിനായി 1988 ഏപ്രിൽ 12-നാണ് സെബി അഥവാ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 1992 ജനുവരി 30-ന് ഇതിന് നിയമാനുസൃത പദവി നൽകുകയും ചെയ്തു. 1989-ലാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ പരിപാടി. നർമ്മദാ നദിക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലൂടെ പദ്ധതി പ്രദേശത്തെ ആദിവാസികളും കർഷകരും കുടിയൊഴിക്കപ്പെടുന്നതിനും അതുമൂലം പരിസ്ഥിതി നാശം സംഭവിക്കുന്നതിനും എതിരെ 1989-ൽ രൂപം കൊണ്ട ഒരു സർക്കാരിതര സന്നദ്ധ സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. 1989-ലാണ് സ്ഥാപിക്കപ്പെട്ടത്. 1989-ൽ അഗ്നി മിസൈൽ വിക്ഷേപിച്ചു.
അഗ്നി 1 1989 ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിരുന്നു. ഇതാണ് വിക്ഷേപിച്ചത്. 1989 നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് വോട്ടിംഗ് പ്രായം 18 മാറ്റി. 61 ഭേദഗതിയിലൂടെയാണ് 1989 രാജ്യത്തെ പൗരന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചത്. 326 അനുച്ഛേദമാണ് ഭേദഗതി ചെയ്തത്. 1991 രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലുണ്ടായ ചാവേർ ആക്രമണത്തിലാണ് 1991 മെയ് 21 രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇടപെടാൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഇന്ത്യൻ സമാധാന സേനയെ അയച്ചതിലുള്ള പ്രതികാരമായിട്ടാണ് രാജീവ് ഗാന്ധിക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. 1991 ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിക്കപ്പെട്ടു. പരം 8000 എന്ന പേരിൽ ഇന്ത്യ ആദ്യത്തെ തദ്ദേശീയ സൂപ്പർ കമ്പ്യൂട്ടർ വികസിപ്പിച്ചതാണ് 1991. 1991 തന്നെയാണ് പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിക്കപ്പെട്ടത്. സമ്പദ് വ്യവസ്ഥ കൂടുതൽ സ്വതന്ത്രമാകുന്ന രീതിയിൽ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ആരംഭിച്ച സാമ്പത്തിക നയത്തെയാണ് പുത്തൻ സാമ്പത്തിക നയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1991 അവതരിപ്പിക്കപ്പെട്ടത്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു അന്നത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. PV നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. അപ്പോൾ PV നരസിംഹറാവു, മൻമോഹൻ സിംഗ് എന്നിവരുടെ ശ്രമഫലമായാണ് പുത്തൻ സാമ്പത്തിക നയം നിലവിൽ വരുന്ന. 1991 ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന നയമായിരുന്നു പുത്തൻ സാമ്പത്തിക നയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. 92 ഡിസംബർ 6 ഉത്തർപ്രദേശിലെ അയോധ്യയിൽ തർക്കപ്രദേശമായിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ബാബറി മസ്ജിദ് തകർത്തത്. 1995 ഡൽഹി മെട്രോ സ്ഥാപിക്കപ്പെട്ടത്. പ്രധാനമന്ത്രി HD ദേവഗൗഡയുടെ നേതൃത്വത്തിൽ 1995 മെയ് 3 ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അഥവാ DMRC സ്ഥാപിക്കപ്പെട്ടു. 1998 രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത്. ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന പൊഖ്രാനിൽ തന്നെയാണ് 1998 മെയ് 11 മുതൽ 13 വരെ ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ഓപ്പറേഷൻ ശക്തി എന്നായിരുന്നു അതിൻ്റെ രഹസ്യനാമം. 1998 തന്നെ നിലയിൽ വന്ന ആദ്യത്തെ BJP സർക്കാർ വാജ്പേയിയുടെ നേതൃത്വത്തിലായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ BJP സർക്കാർ നിലവിൽ വരികയും ഈ പൊഖ്രാൻ ആണവ പരീക്ഷണം നടത്തുകയും ചെയ്തത്. 1999 ലാഹോർ പ്രഖ്യാപനം നടന്നു. ഇന്ത്യ പാക് മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആണവായുധങ്ങളുടെ അനധികൃത ഉപയോഗം ഒഴിവാക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് 1999 ഫെബ്രുവരിയിൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടി ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. 1999 കാർഗിൽ യുദ്ധം. ഇന്ത്യ പാകിസ്ഥാൻ രാജ്യങ്ങൾക്കിടയിലുണ്ടായ അതിർത്തി തർക്കമാണ് 1999 മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുനിന്ന കാർഗിൽ യുദ്ധത്തിന് കാരണമായത്. ജൂലൈ 26 1999 ഓപ്പറേഷൻ വിജയ് ദൗത്യത്തിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. അപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ നിന്നും ഇന്ത്യ വിജയിച്ച ഓപ്പറേഷൻ വിജയ് 1999 2000 ഇന്ത്യൻ ജനസംഖ്യ 100 കോടി കടന്നു. 2000 മെയ് 10 ഒഫീഷ്യലി ഇന്ത്യൻ ജനസംഖ്യ 100 കോടി കടന്നതായിട്ട് അനൗൺസ് ചെയ്തത്. 2000 തന്നെ 3 സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. ഈ സംസ്ഥാനങ്ങൾ 2000 നവംബർ 1 ഛത്തീസ്ഗഡും നവംബർ 9 ഉത്തരാഖണ്ഡും നവംബർ 15 ജാർഖണ്ഡും രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ എണ്ണം 25 നിന്നും 28 ആയി ഉയർന്നു. 2001 സുവർണ ചതുഷ്കോൺ പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ പ്രധാന നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹൈവേ പദ്ധതിയാണ് വാജ്പേയി സർക്കാർ 2001 ആരംഭിച്ച സുവർണ ചതുഷ്കോൺ പദ്ധതി. 2002 ഗുജറാത്ത് കലാപം നടന്നത്. 2002 ഫെബ്രുവരി 27 ഗോദ്രയിൽ ട്രെയിൻ തീയിട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ഗുജറാത്ത് കലാപത്തിലേക്ക് എത്തിയത്. 2004 സുനാമി ഇന്ത്യൻ തീരങ്ങളെ വിഴുങ്ങിയത്. അതുവരെ കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നൊരു സംഭവമായിരുന്നു സുനാമി. ആ സുനാമി
യോടുകൂടി ഇന്ത്യൻ തീരപ്രദേശങ്ങൾ ഏറെക്കുറെ വെള്ളത്തിൻ്റെ അടിയിലാവുകയും കുറേ ജനങ്ങൾ അതിൻ്റെ നാടുമൊക്കെ അതിൻ്റെ നാശനഷ്ടങ്ങൾ സഹിക്കുകയും ചെയ്തു 2004 സുനാമി പ്രകാരം. 2005 തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. ഗ്രാമീണ പ്രദേശങ്ങളിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ സുതാര്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കാനും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിലനിർത്താനും അഴിമതി തടയാനും വേണ്ടിയാണ് പാർലമെൻറ്റ് വിവരാവകാശ നിയമം പാസ്സാക്കിയത്. ഇത് 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. 2007 ഇന്ത്യക്ക് ആദ്യമായി ഒരു വനിതാ രാഷ്ട്രപതി ഉണ്ടായത്. 2007 ജൂലൈ 25 ആദ്യത്തെ വനിതാ രാഷ്ട്രപതിയായി പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ നിയമിതയായി. ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതി ആയിരുന്നു മഹാരാഷ്ട്ര സ്വദേശിനിയായ പ്രതിഭ പാട്ടീൽ. 2008 ചന്ദ്രയാൻ 1 വിക്ഷേപണം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ജലകണികകൾ കണ്ടെത്താൻ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് മൂലം കഴിഞ്ഞു. 2008 ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് സ്വർണം ഇന്ത്യക്ക് ലഭിച്ചത്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ഇന്ത്യയുടെ അഭിനവ് ബിന്ദ്ര സ്വർണം നേടി. അതിനു മുമ്പ് ഹോക്കിയിലൊക്കെ ലഭിച്ചിട്ടുണ്ട്, അത് ടീം ഇനത്തിലായിരുന്നു. ആദ്യമായി വ്യക്തിഗത ഒളിമ്പിക് സ്വർണം നേടിയത് അഭിനവ് ബിന്ദ്രയാണ്. 10 മീറ്റർ എയർ റൈഫിൾസിലായിരുന്നു ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് സ്വർണം നേടിയത്. 2008 ഇതേ വർഷത്തിൽ തന്നെയാണ് മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായത്. 2008 നവംബറിൽ മുംബൈയിൽ ഭീകരാക്രമണം നടന്നു. പാക് ഭീകരവാദ സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയാണ് ആക്രമണം നടത്തിയത്. 2009 ആധാർ കാർഡ് നിലവിൽ വന്നു. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുമായി 12 അക്ക തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡ് അവതരിപ്പിക്കപ്പെട്ടു. ബയോമെട്രിക്, അതായത് വിരലടയാളം, ഐറിസ് സ്കാൻ എന്നിവ ഉൾപ്പെടുന്ന ബയോമെട്രിക്, ഡെമോഗ്രാഫിക്, അത് പേര്, വിലാസം, ജനനതീയതി എന്നിവ, ഇതൊക്കെ രണ്ടും കൂടി ചേർത്തിട്ടാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ആധാർ കാർഡ് അനുവദിക്കുന്നത്. 2009 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്ന ബിൽ 2009 ഓഗസ്റ്റ് 4 പാർലമെൻറ്റിൽ പാസ്സാക്കി. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ഈ നിയമത്തിൽ പറയുന്നു. 2010 ഏപ്രിൽ 1 ഇത് പ്രാബല്യത്തിൽ വന്നത്. തീയതികൾ ശ്രദ്ധിക്കണം. 2010 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. കോമൺവെൽത്ത് ഗെയിംസിന് ഡൽഹി വേദിയായി. ഗെയിംസ് നടത്തിപ്പ് ഒരുപാട് അഴിമതി ആരോപണങ്ങൾക്ക് തുടക്കമിട്ടു. 2011 ലോക്പാൽ പ്രക്ഷോഭം നടന്നു. ലോക്പാൽ ബിൽ പാസ്സാക്കണമെന്നാവശ്യപ്പെട്ട് 2011 അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടന്നു. ഇതിനെ തുടർന്ന് 2013 ലോക്പാൽ ബിൽ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടു. 2013 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നു. ഇന്ത്യയിലെ 2/3 ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പുവരുത്താനായി കൊണ്ടുവന്ന നിയമമാണ് 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. 2013 തന്നെയാണ് മംഗൾയാൻ വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ, ഇത് മാർസ് ഓർബിറ്റൽ മിഷൻ എന്നാണ് പറയപ്പെടുന്നത്. 2013 നവംബർ 5 വിജയകരമായി വിക്ഷേപിക്കപ്പെട്ടു. വിജയകരമായ ആദ്യ ഏഷ്യൻ ചൊവ്വാ ദൗത്യമായിരുന്നു മംഗൾയാൻ. 2014 ഇന്ത്യ ഉൾപ്പെടുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയെ പോളിയോ വിമുക്ത മേഖലയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചു. 2014 മാർച്ച് 27 പ്രഖ്യാപനം നടന്നത്. 2014 തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടു. ആന്ധ്രാപ്രദേശിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുണ്ടായിരുന്ന പ്രദേശങ്ങളെ സംയോജിപ്പിച്ചാണ് 2014 ജൂൺ 2 തെലങ്കാന സംസ്ഥാനം ഉണ്ടാക്കിയത്. ഹൈദരാബാദാണ് അതിൻ്റെ തലസ്ഥാനം. 2015 നീതി ആയോഗ് നിലയിൽ വന്നു. ദേശീയ പ്ലാനിംഗ് കമ്മീഷന് പകരമായി
2015 ജനുവരി 1 നിലയിൽ വന്ന നയ രൂപവൽക്കരണ സമിതിയാണ് നീതി ആയോഗ്. അരവിന്ദ് പനഗരിയ ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. 2016 നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഉറി ഭീകരാക്രമണം. ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഇന്ത്യൻ ആർമി ബ്രിഗേഡ് കേന്ദ്രത്തിന് നേരെ 2016 സെപ്റ്റംബർ 18 ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ ആക്രമണം നടത്തിയതാണ് ഉറി ഭീകരാക്രമണം എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. സെപ്റ്റംബർ 26 ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്കിലൂടെ തിരിച്ചടിച്ചു. 2016 നവംബർ 8 നോട്ട് നിരോധനം പ്രാബല്യത്തിൽ വന്നു. രാജ്യത്ത് വിനിമയത്തിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി സീരീസിലെ 1000, 500 രൂപ നോട്ടുകൾ നിരോധിച്ചു. അതിനുശേഷം 2000 രൂപ വിപണിയിൽ ഇറങ്ങി. ഇപ്പോൾ 2000 രൂപയും ഏതാണ്ട് എടുത്ത് കളയപ്പെട്ട അവസ്ഥയിലാണ്. നിലവിൽ ഉയർന്ന മൂല്യമുള്ള നോട്ട് 500 രൂപയുടേതാണ്. 2017 GST നിലവിൽ വന്നത്. രാജ്യത്തെ മുഴുവൻ സാധന സേവനങ്ങൾക്കുമുള്ള പരോക്ഷ നികുതിയെ ഒറ്റ നികുതിയായിട്ട് മാറ്റിയതാണ് ചരക്ക് സേവന നികുതി അഥവാ GST. 2017 ജൂലൈ 1 നിലവിൽ വന്നത്. GSTയിൽ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമായി 0, 5, 12, 18, 28 എന്നിങ്ങനെ വിവിധ സ്ലാബുകളിലാണ് നികുതി തീരുമാനിച്ചിട്ടുള്ളത്. 2018 തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥാപിച്ചു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഗുജറാത്തിൽ സ്ഥാപിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പ്രതിമ 2018 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതാണ്. 2019 ചാന്ദ്രയാൻ 2 നടന്നത്. GSLV മാർക്ക് 3 റോക്കറ്റിൻ്റെ സഹായത്തോടെയായിരുന്നു ചാന്ദ്രയാൻ 2 ദൗത്യം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലാണ് ജൂലൈ 22 വിജയകരമായി ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. 2019 കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കി. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിനെ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെയുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റാനും സംസ്ഥാനത്തിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370, 35A എന്നിവ ഇല്ലാതാക്കാനുമുള്ള നിയമമായിരുന്നു 2019 ഓഗസ്റ്റ് 5 പാർലമെൻറ്റ് പാസ്സാക്കിയ കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയ നിയമം. ഇതിനെ തുടർന്ന് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി. ഈ അടുത്ത കാലത്ത് കോടതി വിധി വന്നിരുന്നു ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകിയിട്ട് ഉടൻ തന്നെ ഇലക്ഷൻ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട്. 2020 കോവിഡ് ലോക്ക്ഡൗൺ സംഭവിച്ചത്. ലോകത്തിൽ തന്നെ ഗ്രസിച്ച വലിയൊരു ഭീകരമായിട്ടുള്ള അസുഖമായിരുന്നു കോവിഡ്. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ വിട്ടുമാറിയിട്ടില്ല. കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ 2020 മാർച്ച് 24 രാജ്യത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. മാർച്ച് 11 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. 2022 നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ഉണ്ടായത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു അധികാരമേറ്റു. ഒഡീഷയിലെ മയൂർഭഞ്ച് സ്വദേശിനിയാണ്. രാജ്യത്തിൻ്റെ 15ാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2 ഭാഗങ്ങളായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.